ആളുകൾ സ്തബ്ധരായിപ്പോയി. തൊട്ടിലിൽ കിടന്ന കുട്ടി സംസാരിക്കുന്നു. പിൽക്കാലത്ത് ലോകമെങ്ങും പ്രചരിക്കാൻ പോവുന്ന ഒരാശയത്തെ ഖണ്ഡിക്കുന്നതായിരുന്നു ആദ്യവചനം. ഇന്നി അബ്ദുള്ള, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു. ഈസാ നബി അലൈഹിസ്സലാമിൽ നിന്ന് ആദ്യമായി പുറത്തുവന്ന വചനം ഇതാകുന്നു. അല്ലാഹുവിന്റെ അടിമ എന്ന വചനം. ദൈവപുത്രൻ എന്നല്ല. അല്ലാഹുവിന് പുത്രനില്ല. മനുഷ്യൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു. ഈ വസ്തുത തൊട്ടിലിൽ നിന്ന് ആളുകൾ കേട്ടു. എനിക്ക് അല്ലാഹു കിതാബ് നൽകി. എന്നെ അവൻ നബിയായി നിയോഗിച്ചു. എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ നിസ്കരിക്കാനും സക്കാത്ത് നൽകാനും എന്നോടവൻ കൽപ്പിച്ചു. എന്നെ അവൻ സ്വന്തം മാതാവിന് ഗുണം ചെയ്യുന്നവനാക്കിയിരിക്കുന്നു. നിർഭാഗ്യവാനായ ക്രൂരനാക്കിയിട്ടില്ല. ഞാൻ ജനിച്ച ദിവസവും മരണപ്പെടുന്ന ദിവസവും വീണ്ടും ജീവിപ്പിക്കപ്പെടുന്ന ദിവസവും എന്റെ മേൽ അല്ലാഹുവിന്റെ സമാധാനമുണ്ടായിരിക്കും. അതാണ് മറിയമിന്റെ മകൻ ഈസാ. ഈസാ ഇബ്നു മറിയം അല്ലാഹുവിന്റെ അടിമയാകുന്നു, പ്രവാചകനുമാകുന്നു. ഇതാണ് സത്യവചനം. ഇതിൽ പിൽക്കാലത്ത് ഭീകരമായ ഭിന്നിപ്പുണ്ടായി. കുട്ടി സംസാരിച്ചു. ആളുകൾ കേട്ടു. കേട്ടതെല്ലാം സത്യമാണെന്ന് ചിലർക്ക് ബോധ്യം വന്നു. ബോധ്യം വന്ന കാര്യം അവർ പരസ്യമായി പറഞ്ഞു. പരസ്യമായി പറഞ്ഞത് ചിലർക്ക് അരോചകമായി. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ദുർനടപ്പുകാരി എന്ന് വിളിക്കാനായിരുന്നു ചിലർക്കു താൽപ്പര്യം. ഈസാ നബി അലൈഹിസ്സലാമിനെ അവർ വ്യഭിചാരപുത്രനെന്ന് വിശേഷിപ്പിച്ചു. ആളുകൾ രണ്ട് സംഘമായി, വാക്കേറ്റമായി. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ആക്ഷേപിച്ചവർ യഹൂദികൾ. മറിയം ബീവിയെയും കുട്ടിയെയും ആദരിച്ചവർ ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ തന്നെ പല വിഭാഗങ്ങളായി മാറി. ഈസാ യേശു ദൈവം തന്നെയാണെന്ന് ചിലർ വാദിച്ചു. ഈസാ ദൈവപുത്രനാണെന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞു. ദൈവം മൂന്നാണെന്ന് മറ്റൊരു കൂട്ടർ വാദിച്ചു. യേശു മരിയ യഹോവ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പല വ്യാഖ്യാനങ്ങൾ ലോകമെങ്ങും വ്യാപിച്ചു. ഒരു ചെറിയ വിഭാഗം ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണെന്ന് വിശ്വസിച്ചു. ബുസ്തന്തിൻ രാജാവും കൂട്ടരുമാണ് അങ്ങനെ വിശ്വസിച്ചത്. അവർ നേർമാർഗം സ്വീകരിച്ചു. ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനല്ല, പ്രവാചകനാണ്. ഇക്കാര്യം വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഗൗരവമേറിയ ഒരു ദിവസം വരും. അന്ന് സത്യനിഷേധികൾ വലിയ ഖേദത്തിലായിരിക്കും. രക്ഷയുടെ ഒരു മാർഗവും അവർക്കുണ്ടാവുകയില്ല. ഗൗരവമേറിയ ആ ദിവസം ഏതാണ്? അന്ത്യനാളാണെന്നാണ് ഒരഭിപ്രായം. അവർക്ക് ഫലസ്തീൻ നഷ്ടപ്പെട്ട ദിവസമാണെന്ന് മറ്റൊരഭിപ്രായമുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് അത് മുസ്ലിംകൾക്ക് കീഴടങ്ങി. അവിടെ തൗഹീദിന്റെ പ്രകാശം പരന്നു. ആ ദിവസം സത്യനിഷേധികൾക്ക് ഗൗരവം നിറഞ്ഞ ദിവസം തന്നെയായിരുന്നു. അവർ ദുഃഖിതരായിത്തീർന്നു. മറിയം ബീവിയെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും യഹൂദികൾ വെറുത്തു. അപവാദങ്ങൾ പറഞ്ഞു പരത്തി. അവരിൽ അസൂയ വളർന്നു. ഈസാ നബി അലൈഹിസ്സലാം കൊച്ചുകുട്ടിയാണ്. പാഠശാലയിൽ പോവുന്നു. അക്കാലത്തും പല അത്ഭുതങ്ങൾ നടക്കുകയുണ്ടായി. കൂടെ പഠിക്കുന്നവരോട് വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊടുക്കും. ആരൊക്കെ വീട്ടിൽ വന്നു, എന്തൊക്കെ ആഹാരങ്ങളുണ്ടാക്കി, എന്തെല്ലാം സംഭവങ്ങൾ നടന്നു. കുട്ടികൾ പാഠശാലയിൽ നിന്ന് ആവേശത്തോടെ വീട്ടിൽ ഓടിയെത്തും. ഈസാ നബി അലൈഹിസ്സലാം എന്ന കുട്ടി പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ടാവും. കുട്ടികൾ അത് വിളിച്ചു പറയും. വീട്ടിൽ നടന്ന സംഭവങ്ങൾ നിങ്ങളെങ്ങനെ അറിഞ്ഞു? നിങ്ങൾ പാഠശാലയിലായിരുന്നുവല്ലോ. വീട്ടുകാർ ചോദിക്കും. എല്ലാം ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു തന്നതാണ്. കുട്ടികൾ പറയും. അത് കേൾക്കുമ്പോൾ വീട്ടുകാർക്ക് പേടിയാണ്. ഏതോ പിശാച് ബാധിച്ച കുട്ടിയാണ്. അവനുമായി കൂട്ടുകൂടരുത്. കുട്ടികളെ മാതാപിതാക്കൾ വിലക്കും. ധിക്കാരികളായ യഹൂദികൾ ഉമ്മയെയും മകനെയും ഭീഷണിപ്പെടുത്തി. ഉമ്മയും മകനും ദുഷ്ടഗുണമാണെന്ന് പറഞ്ഞുപരത്തി. സാധാരണക്കാർ അത് വിശ്വസിച്ചു. യഹൂദികൾ ഒരിക്കൽ സകരിയ നബിയോട് ഇങ്ങനെ പറഞ്ഞു. ഓ സകരിയ, ആ ഉമ്മയും മകനും ശരിയല്ല. അവർ ഇന്നാട്ടിൽ ജീവിക്കുന്നത് നമുക്ക് ദോഷം ചെയ്യും. രണ്ടുപേരെയും വധിച്ചു കളയണം. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. സകരിയ നബി അലൈഹിസ്സലാം വേദനയോടെ മറുപടി നൽകി. സഹോദരന്മാരെ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മറിയം പരിശുദ്ധയാണ്, ഒരു കളങ്കവുമില്ലാത്തവളാണ്. മകൻ ഈസാ നബി അലൈഹിസ്സലാം ദൈവദൂതനാണ്. അവരെ കുറ്റം പറയരുത്, വെറുക്കരുത്, ഉപദ്രവിക്കരുത്. യഹൂദികൾ രോഷത്തോടെ അലറി. നാശം പിടിച്ചവനെ, ഞങ്ങളവരെ കൊല്ലും. അവരെ സഹായിക്കാൻ നടക്കുന്ന നിന്നെയും കൊല്ലും. നിന്റെ മകൻ ഒരുത്തനുണ്ടല്ലോ, യഹ്യ, അവനെയും ഞങ്ങൾ വെറുതെ വിടില്ല. പിൽക്കാലത്ത് സകരിയ നബി അലൈഹിസ്സലാം, യഹ്യ നബി അലൈഹിസ്സലാം എന്നിവരെ ജൂതന്മാർ വധിച്ചുകളഞ്ഞു. എന്തൊരു സമൂഹം, എന്തൊരു ധിക്കാരം! അല്ലാഹുവിന്റെ പുണ്യപ്രവാചകന്മാർക്ക് നേരെയാണവർ വധഭീഷണി മുഴക്കുന്നത്. നാട്ടിൽ ജീവിതം ദുസ്സഹമായിരിക്കുന്നു. എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോവുക തന്നെ.
ഉമ്മയും മകനും ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. അധികമാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചു. ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. ഗ്രാമത്തിലെ ഒരു പ്രമുഖൻ അവരെ സ്വീകരിച്ചു. വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അത് കാരണം അദ്ദേഹത്തിന് കാര്യമായ നേട്ടങ്ങളുണ്ടായി. കുടുംബത്തിലെ പല വിഷമങ്ങളും തീർന്നു. ഉമ്മയും മകനും യാത്ര തുടർന്നു. വിശാലമായൊരു നദിയുടെ കരയിലെത്തി. വലവീശി മത്സ്യം പിടിക്കുന്ന ചിലരെ അവിടെ കണ്ടുമുട്ടി. അവരോട് ഈസാ നബി അലിഹിസ്സലാം ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളോടൊപ്പം വന്നോളൂ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതമാർഗം കാണിച്ചുതരാം. കുറേപേർ അത് വിശ്വസിച്ചു, കൂടെ നടന്നു. ഈസാ നബി അലിഹിസ്സലാം അവർക്ക് ആത്മീയോപദേശങ്ങൾ നൽകി. ആരാധനയാകുന്ന വലവീശി ആത്മാവിനെ പിടികൂടുക, ശരീരത്തിന്റെ ഇച്ഛകൾ വെടിഞ്ഞ് ഇബ്ലീസിനെ പരാജയപ്പെടുത്തുക. പിന്നെയും ഉപദേശം തുടർന്നു. ഓരോ വാക്കും അവരെ നന്നായി ആകർഷിച്ചു. അപ്പോൾ അവർ ആകാംക്ഷയോടെ ചോദിച്ചു: അങ്ങ് ആരാണ്? ഞങ്ങൾക്കു പറഞ്ഞു തന്നാലും. ഞാൻ അല്ലാഹുവിന്റെ അടിമയും നബിയുമാകുന്നു, മറിയമിന്റെ പുത്രനുമാകുന്നു. ഈസാ നബി അലിഹിസ്സലാം ഇത് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ കൂടെ നടന്നു. അവർ 12 പേരുണ്ടായിരുന്നു. ഈ 12 പേർ സാധാരണക്കാരായിരുന്നു. തൊഴിലെടുത്ത് ജീവിക്കുന്നവരായിരുന്നു. ഉമ്മയും മകനും ഈജിപ്തിലെത്തി. 2 പേരും തൊഴിലെടുത്ത് ജീവിക്കാൻ തുടങ്ങി. ഉമ്മ നൂൽ നൂൽക്കും, മകൻ തുണിയുടെ നിർമ്മാണശാലയിൽ ജോലി നോക്കി. ചെറിയ വരുമാനം കൊണ്ട് ഉമ്മയും മകനും ഒരുവിധം ജീവിച്ചുപോന്നു. ഒരു നിവേദനത്തിൽ ഇങ്ങനെ കാണാം: ഈജിപ്തിലേക്കുള്ള വഴിമധ്യേ അവർ ഏതാനും ആളുകളെ കണ്ടുമുട്ടി. അവർ അലക്കുകാരായിരുന്നു, വസ്ത്രം അലക്കി വെളുപ്പിച്ചു കൊടുക്കുന്ന തൊഴിലാളികൾ. അവരോട് ഈസാ നബി അലിഹിസ്സലാം സംസാരിച്ചു: നിങ്ങൾ സ്വന്തം ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക, ഹൃദയത്തിലെ അഴുക്കുകൾ കഴുകി വെളുപ്പിക്കുക. ആ വാക്കുകൾ അവരെ വല്ലാതെ ആകർഷിച്ചു. കുറേയാളുകൾ നബിയോടൊപ്പം കൂടി. ഇവർ നബിയുടെ സഹായികളായി ജീവിച്ചു. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണുന്നു: ഈസാ നബി അലിഹിസ്സലാം പ്രസവിക്കപ്പെട്ടപ്പോൾ ബിംബങ്ങൾ മറിഞ്ഞുവീണു. അതുകണ്ട് പിശാചുക്കൾ വെപ്രാളത്തോടെ പരക്കം പാഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. ശപിക്കപ്പെട്ട ഇബ്ലീസ് അവരോട് പറഞ്ഞു: ഈസാ നബി അലിഹിസ്സലാം പ്രസവിക്കപ്പെട്ടിരിക്കുന്നു. അവർ ചെന്നു നോക്കി. കുഞ്ഞ് ഉമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്നു. ചുറ്റും മലക്കുകൾ. പ്രസവസമയത്ത് ആകാശത്ത് നല്ല പ്രകാശമുള്ള നക്ഷത്രം കാണപ്പെട്ടു. പേർഷ്യയിലെ രാജാവ് അതുകണ്ട് അതിശയിച്ചു. ജ്യോത്സ്യന്മാരെ വിളിച്ചുവരുത്തി കാരണം തിരക്കി. ശ്രേഷ്ഠനായൊരു കുഞ്ഞ് പിറന്നിരിക്കുന്നു എന്നവർ പറഞ്ഞു. രാജാവ് തന്റെ ദൂതന്മാരെ കുഞ്ഞിനെ അന്വേഷിച്ചു കണ്ടെത്താൻ വേണ്ടി അയച്ചു. അവരുടെ കൈവശം സ്വർണവും മറ്റു വിലപിടിച്ച് പാരിതോഷികങ്ങളുമുണ്ടായിരുന്നു. അവർ ശാം പ്രദേശത്തെത്തി. അവിടുത്തെ രാജാവിനെ കണ്ടു. നവജാത ശിശുവിനെക്കുറിച്ച് അന്വേഷിച്ചു. കുട്ടി തൊട്ടിലിൽ വെച്ച് സംസാരിച്ച കാര്യം അവിടെയെല്ലാം പ്രസിദ്ധമായിരുന്നു. കുട്ടിയെ എങ്ങനെയെങ്കിലും കൊന്നുകളയണമെന്ന ചിന്തയിലായിരുന്നു ഷാമിലെ രാജാവും കൂട്ടരും. മറിയമിന്റെ വീടറിയാവുന്ന ചിലരെ കൂടെ അയച്ചുകൊടുത്തു. പേർഷ്യൻ രാജാവിന്റെ പ്രതിനിധികൾ മറിയം ബീവിയെ ചെന്നുകണ്ടു. അനുമോദനങ്ങൾ അറിയിച്ചു. അവർ രഹസ്യമായി ഇങ്ങനെ അറിയിച്ചു: ഷാമിലെ രാജാവിന്റെ ആളുകൾ ഇവിടെ വരും. ഈ കുഞ്ഞിനെ വധിക്കുകയാണ് അവരുടെ ലക്ഷ്യം, സൂക്ഷിക്കണം. മറിയം ബീവി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു. ഈജിപ്തിലേക്ക് പോയി. കുട്ടിക്ക് 12 വയസ്സാവുന്നതുവരെ അവിടെ താമസിച്ചു. ഇക്കാലത്ത് ധാരാളം മുഅ്ജിസത്തുകൾ പ്രകടമായിട്ടുണ്ട്. 7ാമത്തെ വയസ്സിൽ കുട്ടിയെ പാഠശാലയിൽ അയച്ചു. പാഠശാലയിൽ വെച്ചു പല അത്ഭുതങ്ങളും നടന്നു. മറ്റു കുട്ടികൾ അത് വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർക്കത്ഭുതമായി. ഈസായോടൊപ്പം ഇരുന്നു പഠിച്ചാൽ തങ്ങളുടെ മക്കളെ വഴിപിഴച്ചുപോകുമെന്നവർ ഭയന്നു. പലരും മക്കളെ പാഠശാലയിൽ അയക്കുന്നത് നിർത്തിക്കളഞ്ഞു. 13ാമത്തെ വയസ്സുവരെ ഈജിപ്തിൽ താമസിച്ചു. ഈലിയ എന്ന പ്രദേശത്തേക്ക് മടങ്ങാൻ അല്ലാഹുവിന്റെ കൽപ്പന വന്നു. ഒരു കഴുതപ്പുറത്താണവർ ഈലിയായിലേക്ക് വന്നത്. മറിയം ബീവിയുടെ പിതൃവ്യപുത്രൻ യൂസുഫുന്നുജാർ അവരെ കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വെച്ചും പല അത്ഭുതങ്ങളും സംഭവിച്ചു. അന്ധന് കാഴ്ച കിട്ടി. രോഗികൾക്ക് സുഖം ലഭിച്ചു. ശത്രുക്കൾ അതൊക്കെ മാരണമാണെന്നും കൺകെട്ടുവിദ്യയാണെന്നും പറഞ്ഞു പരിഹസിച്ചു. ശത്രുക്കൾ ഉമ്മയെയും മകനെയും അപായപ്പെടുത്താൻ നന്നായി ശ്രമിക്കുന്നു. അല്ലാഹുവിൽ സർവ്വവും സമർപ്പിച്ചുകൊണ്ട് നീങ്ങുകയാണ് ഉമ്മയും മകനും. മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹിസ്സലാം. മറിയമിന്റെ പ്രസിദ്ധി നാടെങ്ങും പരന്നു. മറിയം ബീവിയുടെ മഹത്വം വളരുകയാണ്. സ്വർഗ്ഗത്തിൽ അവർ വനിതകളുടെ നേതാവാണ്. അവിടെ അവരുടെ വിവാഹം നടക്കും. തൃക്കല്യാണം. ആരാണ് വരൻ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി നടത്തുന്ന 3 വിവാഹങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകളുണ്ട്. ദുനിയാവിൽ ഏറെ ദുരിതങ്ങൾ സഹിച്ച 3 മാന്യവനിതകൾ പ്രവാചക പത്നിമാരായി വരും. മറിയം ബിന്ത് ഇമ്രാൻ, ആസിയ ബിന്ത് മസാഹിം, ഖുൽസു മൂസാനബിയുടെ സഹോദരി. പ്രവാചകപത്നിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ രോഗശയ്യയിൽ കിടക്കുകയായിരുന്നു. മരണം സമാഗതമാവുകയാണ്.
വേർപിരിയാൻ പോവുന്ന ഭാര്യയോട് നബി ഇങ്ങനെ പറഞ്ഞു, സഹപത്നിമാർക്ക് എന്റെ സലാം പറയുക. ഖദീജ ബീവി അതിശയിച്ചുപോയി. തന്റെ ഭർത്താവിന് വേറെ ഭാര്യമാരോ? ഇതുവരെ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ. താൻ മാത്രമാണല്ലോ അവിടത്തെ ഭാര്യ. പരലോകത്തെത്തുമ്പോൾ സലാം പറയാനാണല്ലോ ആവശ്യപ്പെട്ടത്. എങ്കിൽ അവർ നേരത്തെ മരിച്ചുപോയിരിക്കണം. മരിച്ചു ചെല്ലുന്നവർ നേരത്തെ മരിച്ചവരെയാണല്ലോ അവിടെ കണ്ടുമുട്ടുക. അവർക്കാണല്ലോ സലാം പറയുക. ഖദീജ ബീവി അത്ഭുതത്തോടെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് മുൻപേ അങ്ങ് വേറെ വിവാഹം ചെയ്തിട്ടുണ്ടോ? നബി മറുപടി നൽകി, ഇല്ല ഖദീജ, നിനക്കു മുമ്പ് ഞാനാരെയും വിവാഹം ചെയ്തിട്ടില്ല. പരലോകത്ത് വെച്ച് 3 വനിതകളെ അല്ലാഹു എനിക്ക് വിവാഹം ചെയ്തു തരും. ഇമ്രാന്റെ മകൾ മറിയം, മസാഹിമിന്റെ മകൾ ആസിയ, മൂസായുടെ സഹോദരി കുൽസൂം. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നബിതങ്ങളോടൊപ്പം ഇരുന്നു സംഭാഷണം നടത്തി. 2 കാര്യങ്ങൾ ഖദീജ ബീവിയെ അറിയിക്കാനാണ് വന്നത്. 1. ഖദീജ ബീവിക്ക് അല്ലാഹുവിൽ നിന്ന് സലാം. 2. സ്വർഗ്ഗത്തിൽ ഖദീജ ബീവി താമസിക്കുന്ന ഭവനത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത. അവിടെ മറിയം ബീവിയുടെ വീട്ടിന്റെയും ആസിയ ബീവിയുടെ വീട്ടിന്റെയും ഇടയിലായിരിക്കും ഖദീജ ബീവിയുടെ വീട്. ആ കൊട്ടാരത്തിന്റെ പൊലിമ അതിശയകരം തന്നെ. പരലോകത്ത് ഈ 4 വനിതകൾക്ക് ലഭിക്കാൻ പോകുന്ന പദവികൾ വിവരിക്കാനാവില്ല. അത്ര മഹോന്നതമായവയാണ്. ദുനിയാവിലെ സുഖങ്ങൾ പരലോകവിജയത്തിനുവേണ്ടി ത്യജിച്ച മഹതികളാണവർ. ത്യാഗത്തിന്റെ തീച്ചൂളയിലാണവർ ജീവിച്ചത്. അത്ഭുതകരമായ ക്ഷമയാണവർ മുറുകെ പിടിച്ചത്. മറിയം ബീവിയുടെ ജീവിതം എക്കാലവും ചർച്ചാവിഷയമാണ്. യഹൂദികൾ മറിയം ബീവിയെ അപഹസിച്ചു, അഭിസാരികയെന്ന് പ്രചരിപ്പിച്ചു. ഒരു വനിതയെ എത്രത്തോളം അപമാനിക്കാൻ കഴിയുമോ അത്രത്തോളം അപമാനിച്ചു. അങ്ങനെ ഇസ്രായേലുകാർ ശപിക്കപ്പെട്ടവരായി. ക്രൈസ്തവർ എന്തു ചെയ്തു? മറിയം ബീവിയെ ആരാധ്യയാക്കി, ബിംബമാക്കി, ദൈവത്തിന്റെ ഭാഗമാക്കി. ഈസായെ ദൈവമാക്കി, മറിയം ബീവിയെ ദൈവമാതാവാക്കി. മാതാവിന്റെയും പുത്രന്റെയും ബിംബങ്ങളുണ്ടാക്കി. ആരാധന തുടങ്ങി. ലോകം മുഴുവൻ മറിയമിനെക്കുറിച്ച് സംസാരിക്കുന്നു. പറയേണ്ടതല്ല പറയുന്നത് സത്യമല്ല. അവർക്ക് ഇഷ്ടമില്ലാത്തതാണ് പറയുന്നത്. അനുയായികൾ എന്നു സ്വയം വിശേഷിപ്പിച്ച് ചിലർ പറയും. അബദ്ധങ്ങൾക്കൊന്നും മറിയം ബീവി ഉത്തരവാദിയല്ല. തന്റെ മകൻ ഈസാ നബി അലൈഹിസ്സലാമിനെ അവർ സൂക്ഷ്മതയോടെ പിന്തുടർന്നു. ആപത്തുകളിൽ കൂടെ നിന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം. പതറിയില്ല. ഈമാൻ മുറുകെ പിടിച്ച വനിത. പരലോകത്ത് സ്വപ്നനായികമാരിൽ ഒരാളായിരിക്കും മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഇവിടത്തെ യാതനകൾക്ക് അവിടെ മഹത്തായ പ്രതിഫലം. മറിയം ബീവിയും മകൻ ഈസാ നബി അലൈഹിസ്സലാം എന്ന കുട്ടിയും എവിടെയാണ് അഭയം തേടിയത്? ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ഡമസ്കസിലാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലാണെന്ന് മറ്റൊരഭിപ്രായം. ഈജിപ്തിലാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഫലസ്തീനിലെ റംലയിലാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. പിതൃവ്യപുത്രനായ യൂസുഫുന്നുജാർ സഹായത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഈജിപ്തിലെത്തി എന്നാണ് ബലമായ അഭിപ്രായം. ഉമ്മയും മകനും വർഷങ്ങളോളം ഈജിപ്തിൽ താമസിച്ചു. അതിനുശേഷം ഫലസ്തീനിൽ വന്നു. ഈസാ നബി അലൈഹിസ്സലാം വളർന്നുവലുതായി. ജനങ്ങളെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. അതോടെ എതിർപ്പുകൾ ശക്തി പ്രാപിച്ചു. ഇക്കാലത്ത് ധാരാളം മുഅ്ജിസത്തുകൾ കാണിച്ചിട്ടുണ്ട്. തത്വശാസ്ത്രവും വൈദ്യശാസ്ത്രവും വളരെയേറെ വളർന്നു വികസിച്ച കാലമായിരുന്നു അത്. അതിനെ വെല്ലുന്ന മുഅ്ജിസത്തുകളാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൈക്ക് അല്ലാഹു പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. സത്യമത പ്രബോധനം തുടങ്ങിയപ്പോൾ ഒരു വലിയ വിഭാഗം ജനത എതിർത്തു. അവർ അക്കാലത്തെ കാഫിറുകളാകുന്നു. മഹാഭൂരിപക്ഷം അവരോടൊപ്പമാണ്. ഒരു സന്നിഗ്ധഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? ഒരു വിഭാഗം ആവേശപൂർവ്വം മറുപടി നൽകി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അങ്ങയെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു. അങ്ങ് സാക്ഷ്യം വഹിക്കുക. ഈ പ്രഖ്യാപനം നടത്തിയവരാണ് ഹവാരികൾ. സഹായികൾ 12 പേരായിരുന്നു. ഹവാരികൾ അലക്കുകാരായിരുന്നു എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. അവർ മത്സ്യവേട്ടക്കാരാണെന്ന് മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു. മഹാഭൂരിപക്ഷം എതിരായിരുന്നിട്ടും ഹവാരികൾ സത്യസാക്ഷ്യം വഹിച്ചു. അവരുടെ ഈമാൻ ശക്തമായിരുന്നു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പലപ്പോഴും ഹവാരികളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അഹ്സാബ് യുദ്ധം തുടങ്ങാറായ കാലം. യുദ്ധത്തിൽ പങ്കെടുക്കാൻ നബി മുസ്ലിങ്ങളെ ക്ഷണിച്ചു. സുബൈർ എന്നവർ യൂദീലാക്ഷണം സ്വീകരിച്ചു മുന്നോട്ടു വന്നു. അപ്പോൾ സന്തോഷത്തോടെ നബിതങ്ങൾ പറഞ്ഞു, എന്റെ ഹവാരിയാണ് സുബൈർ. ഈസാ നബി അലിഹിസ്സലാമിനെതിരെ ശക്തമായ കള്ളപ്രചാരവേലകൾ നടന്നു. നബിയെ വ്യഭിചാരപുത്രൻ എന്നു വിളിച്ചു. ചെപ്പടി വിദ്യ കാണിക്കുന്നവൻ, കള്ളം പറയുന്നവൻ, വ്യാജൻ, മതം നശിപ്പിക്കുന്നവൻ, കുഴപ്പക്കാരൻ എന്നൊക്കെ വിളിച്ചു കള്ള ആരോപണങ്ങൾ പറഞ്ഞുപരത്തി.
അതൊന്നും ഫലിക്കാതെ വന്നപ്പോൾ കുരിശിൽ തറച്ചുകൊല്ലാൻ പരിപാടിയാട്ടു. ഇതിനെക്കുറിച്ചുള്ള ബൈബിൾ വിവരണം ഇങ്ങനെ: പിലാത്തോസ് രാജാവായിരുന്നു ബൈത്തുൽ മുഖദ്ദസ് ഭരിച്ചിരുന്നത്. ഇദ്ദേഹം റോമൻ കൈസറുടെ കീഴിലായിരുന്നു. ശത്രുക്കൾ പിലാത്തോസ് രാജാവിന്റെ മുമ്പിലെത്തി. ഈസാ നബി അലൈഹിസ്സലാമിനെക്കുറിച്ച് ധാരാളം ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈസ റോമൻ ഭരണകൂടത്തിനെതിരായി പ്രവർത്തിക്കുന്നു, യഹൂദരുടെ രാജാവായിത്തീരാൻ ശ്രമിക്കുന്നു. പിലാത്തോസ് വിഗ്രഹാരാധകനായിരുന്നു. അദ്ദേഹം ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചുവരുത്തി സംസാരിച്ചു. ആരോപണങ്ങൾ വ്യാജമാണെന്ന് രാജാവിന് ബോധ്യമായി. വെറുതെ വിട്ടു. ഈസാ നബി അലൈഹിസ്സലാം സ്ഥലം വിട്ടു. തങ്ങളുടെ തന്ത്രം പൊളിയുമെന്ന് കണ്ടപ്പോൾ യഹൂദന്മാർ ഒച്ചവയ്ക്കാൻ തുടങ്ങി. അവനെ കുരിശിൽ തറക്കുക. അവർ പിലാത്തോസിനെ ഭീഷണിപ്പെടുത്തി. അവനെ വെറുതെ വിട്ടാൽ ഞങ്ങൾ റോമൻ കൈസറെ കാണാൻ പോവും. നിങ്ങൾക്കെതിരെ പരാതി നൽകും. നിങ്ങൾക്കെതിരെ നടപടിയുണ്ടാവും. നിങ്ങളുടെ രാജപദവി നഷ്ടപ്പെടും. അതൊന്നും സംഭവിക്കാതിരിക്കാൻ ഒറ്റമാർഗമേയുള്ളൂ: അവനെ വധിക്കുക. നിരപരാധിയെ വധിക്കാൻ രാജാവിന് മനസ്സുവന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ന്യായപ്രമാണമായ തൗറാത്ത് അനുസരിച്ച് നിങ്ങൾ തന്നെ വിധിച്ചുകൊള്ളുക. ഈ നിരപരാധിയുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഞാൻ ആ പാപത്തിൽ നിന്നൊഴിവാണ്. ശത്രുക്കൾ അതൊന്നും അംഗീകരിച്ചില്ല. രാജാവിന് നിർബന്ധത്തിനു വഴങ്ങേണ്ടി വന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ യഹൂദന്മാരിൽ നിന്ന് 30 വെള്ളി വാങ്ങി. അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കാൻ വാക്കുപറഞ്ഞിരുന്നു. അയാളുടെ പേർ യൂദാ എന്നായിരുന്നു, അല്ലെങ്കിൽ യൂദാസ്. ഹവാരികൾ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞങ്ങളുടെ റബ്ബേ, നീ എന്താണോ ഞങ്ങളിലേക്ക് അവതരിപ്പിച്ചത് അതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ നിന്റെ പ്രവാചകനെ പിൻപറ്റിയവരാണ്. സാക്ഷ്യം വഹിച്ചവരോടൊപ്പം ഞങ്ങളെയും നീ രേഖപ്പെടുത്തേണമേ. ശത്രുക്കൾ തന്ത്രം പ്രയോഗിച്ചു. രാജാവിനെ പാട്ടിലാക്കി. കൊലപ്പെടുത്താനുള്ള വിധി പുറപ്പെടുവിച്ചു. ബലപ്രയോഗവും തന്ത്രവും വിജയിക്കുമെന്നവർ കരുതി. കൊന്നുകളഞ്ഞാൽ ഇനിയാരും ചോദ്യം ചെയ്യാനില്ല. അല്ലാഹു മറ്റൊരു തന്ത്രം പ്രയോഗിക്കാൻ പോവുകയാണ്. ഏത് തന്ത്രമാണ് വിജയിക്കാൻ പോകുന്നത്? ശത്രുക്കൾ യൂദാസിനെ കൈക്കൂലി കൊടുത്തു വശത്താക്കി. ഈസാ നബി അലൈഹിസ്സലാമിനെ പിടിച്ചുകൊടുക്കാമെന്ന് അവൻ വാക്കുകൊടുത്തു. ശത്രുക്കളെയും കൂട്ടി അവൻ വരികയാണ്. സാധാരണ ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടാവാറുള്ള സ്ഥലത്തേക്കാണവർ വരുന്നത്. ആ രാത്രിയിൽ അല്ലാഹു തന്ത്രം പ്രയോഗിച്ചു. അതുമൂലം ശത്രുക്കൾക്ക് ഈസാ നബി അലൈഹിസ്സലാമിനെ കാണാൻ പോലും കിട്ടിയില്ല. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായത്തിന്റെ പേര് സൂറത്തുൽ മാഇദ എന്നാകുന്നു. മദീനയിൽ അവതരിച്ച സൂറത്ത്. മാഇദ എന്ന പദത്തിന് ഭക്ഷണത്തളിക എന്നാണർത്ഥം. ഈ സൂറത്തിലെ 115-ാമത്തെ വചനത്തിലാണ് ഭക്ഷണത്തളികയെക്കുറിച്ച് പറയുന്നത്. സൂപ്ര എന്നും പറയാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സഹായികളാണല്ലോ ഹവാരികൾ. അവർ അല്ലാഹുവിൽ ഗാഢമായി വിശ്വസിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളാണ്. അല്ലാഹു സർവശക്തനാണ്, എന്തിനും കഴിവുള്ളവൻ. അവൻ ആകാശത്തുനിന്ന് ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരുമോ? അതിനെക്കുറിച്ച് നബിയോടവർ സംസാരിക്കാൻ തീരുമാനിച്ചു. ഭക്ഷണത്തളികയെക്കുറിച്ച് പറയുന്നതിന് തൊട്ടുമുമ്പുള്ള 2 വചനങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ വിവരിക്കുന്നു. സൂപ്ര ഇറക്കിയത് മറ്റൊരു അനുഗ്രഹമാണ്. അല്ലാഹു പറയുന്നതിപ്രകാരമാണ്. അല്ലാഹു പറഞ്ഞ സന്ദർഭം: മറിയമിന്റെ മകൻ ഈസാ, നിനക്കും നിന്റെ മാതാവിനുമുള്ള എന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹം ഓർക്കുക. പരിശുദ്ധാത്മാവിനെക്കൊണ്ട് ഞാൻ നിന്നെ ബലപ്പെടുത്തിയ സന്ദർഭം. തൊട്ടിലിൽ വെച്ചും മധ്യവയസ്കനായിക്കൊണ്ടും നീ മനുഷ്യരോട് സംസാരിക്കുന്നു. ഗ്രന്ഥവും വിജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും നിനക്ക് ഞാൻ പഠിപ്പിച്ചുതന്ന സന്ദർഭവും. കളിമണ്ണിൽ നിന്ന് എന്റെ അനുമതിപ്രകാരം പക്ഷിയുടെ ആകൃതി പോലെ നീ രൂപപ്പെടുത്തുകയും എന്നിട്ട് നീ അതിൽ ഊതുകയും അപ്പോൾ അത് എന്റെ അനുവാദപ്രകാരം പക്ഷിയായിത്തീരുകയും ചെയ്ത സന്ദർഭവും. ജന്മനാ അന്ധനായവനെയും വെള്ളപ്പാണ്ടുകാരനെയും എന്റെ അനുവാദപ്രകാരം നീ സുഖപ്പെടുത്തുന്ന സന്ദർഭവും. മരണപ്പെട്ടവരെ എന്റെ അനുവാദപ്രകാരം നീ ജീവിപ്പിച്ച് പുറത്തുവരുന്ന സന്ദർഭവും. ഇസ്രായേൽ സന്തതികളെ നിന്നിൽ നിന്ന് ഞാൻ തടുത്തുതന്ന സന്ദർഭവും. അവരുടെ അടുക്കൽ നീ വ്യക്തമായ തെളിവുകളുമായി ചെല്ലുകയും എന്നിട്ട് അവരുടെ കൂട്ടത്തിലെ സത്യനിഷേധികൾ ഇത് വ്യക്തമായ ആഭിചാരമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറയുകയും ചെയ്തപ്പോൾ എന്നിലും എന്റെ റസൂലിലും വിശ്വസിക്കണമെന്ന് നാം ഹവാരികൾക്ക് വഹി രഹസ്യബോധനം നൽകിയ സന്ദർഭവും ഓർക്കുക. ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് താങ്കൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക. ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ പ്രത്യേകമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അത്ഭുതങ്ങളെല്ലാം ഈസാ നബി അലൈഹിസ്സലാമിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. എല്ലാം അല്ലാഹുവിന്റെ അനുമതിപ്രകാരം ഈസാ നബി അലൈഹിസ്സലാമിന് ഹവാരികളെ നൽകിയത് അല്ലാഹുവാണ്. അവരുടെ മനസ്സിൽ സത്യത്തിന്റെ പ്രകാശം വിതറപ്പെടുകയായിരുന്നു. ആകാശത്തുനിന്ന് ഒരു ഭക്ഷണത്തളിക ഇറങ്ങുക, അതിൽ നിന്ന് ഭക്ഷിക്കുക. ഹവാരികൾക്കങ്ങനെ ഒരാഗ്രഹം വന്നുപോയി. താങ്കൾ ആവശ്യപ്പെട്ടാൽ അല്ലാഹു തളിക ഇറക്കിത്തരുമോ? സാധ്യതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പ്രവാചകന്റെ മറുപടി പ്രത്യേകം ശ്രദ്ധേയമാണ്.
നിങ്ങൾ സത്യവിശ്വാസികളല്ലേ? അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്തൊരു ചോദ്യമാണിത്! ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് സൂക്ഷിക്കണം. അതിന്നവർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അതിൽ നിന്ന് തിന്നുവാൻ ഉദ്ദേശിക്കുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനമടയുവാൻ വേണ്ടിയും താങ്കൾ ഞങ്ങളോട് സത്യം പറഞ്ഞിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയുവാൻ വേണ്ടിയും ഞങ്ങളതിന് സാക്ഷ്യം വഹിക്കുന്നവരിൽ പെട്ടവരായിത്തീരാനുമാണ് തളികയിറക്കാൻ ആവശ്യപ്പെടുന്നത്. ഹവാരികളുടെ ആവശ്യം സദുദ്ദേശപരമാണ്. അതുകൊണ്ട് ഭക്ഷണത്തളികയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായി തീർന്നു. ഒരു ഉത്സവം പോലെ സന്തോഷകരമായ അനുഭവം. ഇക്കാലക്കാർക്കും ഭാവിയിൽ വരുന്നവർക്കും അതൊരു സന്തോഷകരമായ ഓർമ്മയായിരിക്കണം. അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. അല്ലാഹുവിൽ നിന്ന് കിട്ടിയ അറിയിപ്പിതായിരുന്നു, ഭക്ഷണത്തളിക ഇറക്കിത്തരാം. അതിനുശേഷം നിങ്ങളിൽ നിന്ന് സത്യനിഷേധം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ ഇതിനു മുമ്പ് മറ്റാർക്കും കിട്ടാത്തത്ര കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടിവരും. അതെല്ലാം ഹവാരികൾ സമ്മതിച്ചു. വിശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കാണാം. മറിയമിന്റെ മകൻ ഈസ പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ആകാശത്തുനിന്ന് നീ ഞങ്ങൾക്ക് ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരേണമേ. ഞങ്ങളിൽ ആദ്യമുള്ളവർക്കും അവസാനമുള്ളവർക്കും ഈദ് പെരുന്നാളാകുവാനും നിന്റെ പക്കൽ നിന്നുള്ള ദൃഷ്ടാന്തമാകുവാനും വേണ്ടി ഞങ്ങൾക്ക് നീ ഉപജീവനം നൽകണമേ. ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് നീ. ഭക്ഷണത്തളിക ഇറങ്ങുന്ന ദിവസം ഈദ് പെരുന്നാൾ പോലെ ആഹ്ലാദഭരിതമായിരിക്കും. ഇന്നുള്ളവർക്കും ഭാവി തലമുറകൾക്കും ആഹ്ലാദകരം. ഉപജീവനമാർഗം വേണം. പണിയെടുക്കാനുള്ള ആരോഗ്യവും വേണം. അധ്വാനത്തിനനുസരിച്ച് വേതനം വേണം. ജീവിതം ക്ഷേമകരമാവരുത്. കാത്തിരിപ്പായി. ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പ്. തളിക ഇറങ്ങി. സന്തോഷം അണപൊട്ടിയൊഴുകി. തളികയുടെ മൂടി മാറ്റി. ആകാംക്ഷ നിറഞ്ഞ നയനങ്ങൾ അങ്ങോട്ട് നീണ്ടു. അപ്പം, മത്സ്യം, പഴങ്ങൾ എല്ലാവരും കഴിക്കാനിരുന്നു. വേണ്ടുവോളം കഴിച്ചു തൃപ്തരായി. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ വാഴ്ത്തി. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചു. വിശ്വാസം തെറ്റിക്കാൻ ധൈര്യം പോരായിരുന്നു. മറ്റൊരഭിപ്രായം, ഭക്ഷണം നിറച്ച സൂപ്ര ഇറങ്ങിയിട്ടില്ല. തങ്ങൾ ചോദിച്ചത് അവിവേകമായിപ്പോയി എന്ന് മനസ്സിലാക്കി ജനങ്ങൾ പിന്മാറുകയായിരുന്നു. ഭക്ഷണത്തളികയോ സൂപ്രയോ ഇറങ്ങിയിട്ടില്ലെന്നാണ് അവരുടെ വാദം. ആകാശത്ത് നിന്നിറങ്ങിയ തളികയിൽ 7 പത്തിരിയും 7 പൊരിച്ച മീനും ഉണ്ടായിരുന്നുവെന്നാണ് ഒരു റിപ്പോർട്ട്. ഭക്ഷണം പിറ്റേ ദിവസത്തേക്കെടുത്തു സൂക്ഷിക്കരുത് എന്ന് കൽപ്പിച്ചിരുന്നു. ഇത് വഞ്ചനയാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ചിലർ ആരും കാണാതെ ഭക്ഷണമെടുത്തു ഒളിപ്പിച്ചുവെച്ചു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവർ പന്നികളും കുരങ്ങുകളുമായി മാറ്റപ്പെട്ടു. ബന്ധുക്കൾ വെപ്രാളത്തോടെ ഓട്ടി. ഈസാ നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം വന്നപ്പോൾ പന്നികളും കുരങ്ങുകളും വാവിട്ട് കരയാൻ തുടങ്ങി. തല ഉയർത്തി നബിയെ നോക്കി. സംസാരിക്കാൻ പറ്റുന്നില്ല. ആർക്കും അവരെ വേണ്ട. 3 ദിവസങ്ങൾ കടന്നുപോയി. എല്ലാവരും പിന്നെ ചത്തൊടുങ്ങി. അങ്ങനെയും റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. ആകാശത്തുനിന്ന് ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു മുമ്പ് 30 നോമ്പ് നോൽക്കാൻ ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് നിർദ്ദേശിച്ചു. അവരെല്ലാവരും നോമ്പെടുത്തു. നോമ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പെരുന്നാൾ, ഈദ്. ഖുർആനിൽ ഈദ് എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നു. ജനം ആകാശത്തേക്ക് ഉറ്റുനോക്കി. 2 മേഘങ്ങൾക്കിടയിലായി സൂപ്ര കാണപ്പെട്ടു. എല്ലാവരും അതിശയത്തോടെ ആകാശത്തേക്ക് ഉറ്റുനോക്കി. ഭക്ഷണസൂപ്ര താഴ്ന്നുവന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നിറങ്ങി. ബിസ്മില്ലാഹി ഖൈരി റാസിഖീൻ, ഭക്ഷണം നൽകുന്നതിൽ ഉത്തമനായ അല്ലാഹുവിന്റെ നാമത്തിൽ എന്നു പറഞ്ഞുകൊണ്ട് മൂടി തുറന്നു. ജനങ്ങൾ പറഞ്ഞു, മറിയമിന്റെ മകനെ, താങ്കൾ കഴിക്കുക, എന്നിട്ട് ഞങ്ങൾ കഴിക്കാം. അവരോട് കഴിക്കാൻ നബി ആവശ്യപ്പെട്ടു. ദരിദ്രർ, രോഗികൾ, അവശർ തുടങ്ങിയവർ ആദ്യം കഴിച്ചു. ധനികന്മാർ പിന്നെ കഴിച്ചു. ചിലർ ആഹാരം കഴിക്കാതെ മാറിനിന്നു. രോഗികളുടെ രോഗം മാറി. അവശന്മാരുടെ അവശത മാറി. ഇതൊക്കെ കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കാതെ മാറി നിന്നവർക്ക് വലിയ ഖേദമായി. 7000 ആളുകൾ ഭക്ഷണം കഴിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. അവസാന ദിവസങ്ങളിൽ ആഹാരം പാവങ്ങൾക്കും രോഗികൾക്കുമായി പരിമിതപ്പെടുത്തി. അത് കഴിഞ്ഞു സൂപ്ര ഇറങ്ങാതെയായി. വേദഗ്രന്ഥങ്ങൾ തൗറാത്തും ഇഞ്ചീലും അവതരിക്കപ്പെട്ടത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. ഇസ്രായേല്യരിൽ ഒരു വിഭാഗത്തിന് ഈ വേദഗ്രന്ഥങ്ങൾ മൂലം സന്മാർഗം ലഭിച്ചു. വലിയൊരു വിഭാഗം ധിക്കാരികളും അക്രമികളുമായി മാറുകയാണുണ്ടായത്. തൗറാത്തും ഇഞ്ചീലും സത്യം വ്യക്തമാക്കി. പക്ഷേ അക്കൂട്ടർ സത്യത്തിന്റെ ശത്രുക്കളായി. അവർ അനേകമാളുകളെ വഴിപിഴപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥങ്ങൾ തിരുത്തി. പലതും കടത്തിക്കൂട്ടി. സത്യം മറച്ചുവെച്ചു. ഇക്കാര്യം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. അന്ത്യപ്രവാചകൻ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടപ്പോൾ അക്കൂട്ടത്തെ വേദക്കാർ അതിൽ വിശ്വസിച്ചില്ല. തങ്ങളുടെ കൈവശം തൗറാത്തും ഇഞ്ചീലുമുണ്ടെന്നും
തങ്ങൾക്ക് ഖുർആൻ ആവശ്യമില്ലെന്നും അവർ പറഞ്ഞു. ധിക്കാരമാണവർ പറഞ്ഞത്. യഥാർത്ഥ തൗറാത്തും ഇഞ്ചീലും അവർ നിലനിർത്തിയിരുന്നുവെങ്കിൽ അങ്ങനെ പറയുമായിരുന്നില്ല. അന്ത്യപ്രവാചകനെക്കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഇക്കൂട്ടർ വിട്ടുകളഞ്ഞു. അത് കാരണം അവർ ധിക്കാരികളായി. തൗറാത്തും ഇഞ്ചീലും കാരണം അവർ ധിക്കാരികളായി മാറിയെന്ന് അല്ലാഹു പറയുന്നു. നബിയേ, താങ്കൾക്ക് അവതരിപ്പിച്ചതും തൗറാത്തും ഇഞ്ചീലും നിലനിർത്താത്ത കാലത്തോളം വേദക്കാർ യാതൊന്നിലുമല്ല എന്നാണ് അല്ലാഹു അറിയിക്കുന്നത്. വേദഗ്രന്ഥങ്ങൾ കൈവശമുണ്ടായിട്ടും ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരുടെ കാര്യത്തിൽ വ്യസനിച്ചിരുന്ന നബിതങ്ങളെ അല്ലാഹു ആശ്വസിപ്പിക്കുകയായിരുന്നു. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അവർക്കാണ് വിജയം. ഇസ്രായേലിൽ എത്രയോ പ്രവാചകന്മാരെ വ്യാജമാക്കി തള്ളിക്കളഞ്ഞു. പല നബിമാരെയും വധിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ശപിക്കപ്പെട്ടവരായിത്തീർന്നു. എന്തൊരു ധിക്കാരികൾ! അവരെ അല്ലാഹു പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. അവർ പലതവണ പരീക്ഷണം നേരിട്ടവരാണ്. ശത്രുക്കളുടെ ആക്രമണങ്ങൾ പലതവണ നടന്നു. സകലതും നശിച്ചു. ബാബിലോണിയയിലെ ബുക്ത്നസർ രാജാവ് ബൈത്തുൽ മുഖദ്ദസ് നശിപ്പിക്കുകയും ഇസ്രായേല്യരെ അടിമകളാക്കുകയും ചെയ്തു. പിന്നീട് ഇസ്രായേല്യർ പശ്ചാത്തപിച്ചു. അല്ലാഹു അവർക്ക് മോചനം നൽകി. പിന്നെയും അവർ ധിക്കാരികളായി. മുമ്പുള്ളതിനേക്കാൾ മോശമായി. മറിയമിന്റെ മകൻ ദൈവമാണെന്നു പറഞ്ഞു. മറിയമിന്റെ മകൻ ഈസ ഒരു നബി മാത്രമാകുന്നു. നബിയല്ലാതെ മറ്റൊന്നുമല്ല. ദൈവമല്ല, ദൈവപുത്രനുമല്ല. അദ്ദേഹത്തിനു മുമ്പും റസൂലുകൾ വന്നിട്ടുണ്ട്. ഈസായുടെ മാതാവ് സത്യസന്ധയായ വനിതയാകുന്നു. ദൈവമല്ല, ദൈവമാതാവുമല്ല. ഈസാ നബി അലൈഹിസ്സലാം വരുന്നതിനു മുമ്പ് എത്രയോ പ്രവാചകന്മാർ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം മനുഷ്യരായിരുന്നു. ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്ത മനുഷ്യർ. അവരിൽ ഒരാളെയും ആരും ദൈവമാക്കിയില്ല. ദൈവമാണെന്നാരും വാദിച്ചില്ല. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് താൻ അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണെന്നാണ്. മറിയം റളിയല്ലാഹു അൻഹ പരിശുദ്ധ വനിതയുമാണ്. അവരെ ദൈവമാക്കുന്നത് വലിയ അപരാധമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈസാ നബി അലൈഹിസ്സലാം പ്രചരിപ്പിക്കാത്ത ആശയങ്ങൾ പിൽക്കാലത്ത് കടത്തിക്കൂട്ടി. മതത്തിൽ അതിർ കവിഞ്ഞു. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, പറയുക, വേദക്കാരെ, ന്യായമല്ലാത്ത വിധം നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിർ കവിയരുത്. ചില ജനങ്ങളുടെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത്. അവർ മുൻപേ വഴിപിഴച്ചിട്ടുണ്ട്. വളരെ ആളുകളെ അവർ വഴിപിഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ശരിയായ മാർഗം വിട്ട് അവർ തെറ്റിപ്പോവുകയും ചെയ്തിരിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെയും മാതാവിന്റെയും പ്രതിമകളുണ്ടാക്കി. അവയെ ആരാധിക്കാൻ തുടങ്ങി. കുരിശിൽ തറച്ചതായി പ്രചരിപ്പിച്ചു. കുരിശിന് ദിവ്യത്വം കൽപ്പിച്ചു. മതത്തിൽ അതിർ കവിഞ്ഞു. കഥകൾ പടച്ചുണ്ടാക്കി പ്രചരിപ്പിച്ചു. ഇസ്രായേല്യർ നബിമാരുടെ ശാപം ഏറ്റുവാങ്ങിയവരാണ്. അവരുടെ ദുഷ്കർമ്മങ്ങൾ അവരെ ശാപത്തിൽ കുടുക്കിക്കളഞ്ഞു. സ്വയം നന്നാവുക, മറ്റുള്ളവരെ നന്നാക്കുക. ഇതാണ് സത്യവിശ്വാസികളുടെ രീതി. സ്വയം മോശക്കാരനായി ജീവിക്കുക. എല്ലാ ജീർണതകളെ വാരിപ്പുണരുക. മറ്റുള്ളവരെ നന്നായി ജീവിക്കാൻ ഉപദേശിക്കുക. ഇത് കപടന്മാരുടെ ലക്ഷണമാണ്. ഇസ്രായേല്യർ ഈ രീതിയാണ് സ്വീകരിച്ചത്. നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുക, ദുഷ്കർമ്മങ്ങൾ നിരോധിക്കുക. ഇതാണ് ശരിയായ വഴി. ഈ വഴി ഇസ്രായേല്യർക്കിടയിൽ നിന്ന് മാഞ്ഞുപോയി. എല്ലാവരും തെറ്റ് ചെയ്തു. ആരും ഉപദേശിക്കാനില്ല. ചിലർ ഉപദേശിക്കും. വെറും ആധരവ്യായാമം. തെറ്റുകാരോടൊപ്പം ആഹാരം കഴിക്കും, സഞ്ചരിക്കും, താമസിക്കും, സ്നേഹിക്കും. ദാവൂദ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം എന്നിവരുടെ നാവിലൂടെ ശാപം ഏറ്റുവാങ്ങിയവരാണ് ഇസ്രായേല്യർ. ശാപം ഏറ്റുവാങ്ങാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അവർ ദുരാചാരത്തെ നിരോധിച്ചില്ല എന്നതാണ്. ആരെന്തു ചെയ്താലും മൗനം അവലംബിക്കും. അത് കാരണം സമൂഹങ്ങളിൽ തെറ്റുകൾ പെരുകി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്രായേല്യരിൽ ആദ്യം വീഴ്ച കടന്നുകൂടിയതിങ്ങനെയാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ഈ പ്രവൃത്തി ഉപേക്ഷിക്കണം, ഇത് പാടില്ല എന്നൊക്കെ മറ്റൊരാൾ പറയും. പിറ്റേ ദിവസം അയാൾ ആ തെറ്റ് ആവർത്തിക്കുന്നു. ഉപദേശിച്ചയാൾ അവനോടൊപ്പം കൂടുകയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയും ചെയ്യും. അതിനൊരു തടസ്സവുമില്ല. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ തല്ലിച്ചു. അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായി. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങൾ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരങ്ങൾ വിരോധിക്കുകയും തന്നെ വേണം. നിങ്ങൾ അക്രമിയുടെ കൈക്ക് പിടിക്കുകയും വേണം. അവനെ സത്യപാതയിലൂടെ നടത്തുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രസിദ്ധമായ ഈ വചനത്തിൽ നിന്ന് യഥാർത്ഥ സത്യവിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിലാക്കാം. ഹുദൈഫത്തുബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അവർകളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട നബിവചനം ഇങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തെ വിരോധിക്കുകയും വേണം. അല്ലാത്ത പക്ഷം അല്ലാഹു അവന്റെ പക്കൽ നിന്ന് നിങ്ങളുടെ മേൽ വല്ല ശിക്ഷാനടപടിയും അയച്ചേക്കാവുന്നതാണ്. പിന്നീട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരു ദുരാചാരം കണ്ടാൽ കൈകൊണ്ട് തടയട്ടെ. അതിന് സാധിച്ചില്ലെങ്കിൽ നാവുകൊണ്ട് തടയട്ടെ. അതിനും സാധിച്ചില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കട്ടെ. സത്യവിശ്വാസത്തിൽ ഏറ്റവും ദുർബലമായത് അതാകുന്നു. നന്മകൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയെന്ന സമ്പ്രദായം ഇസ്രായേല്യർ ഉപേക്ഷിച്ചതാണ് അവർ ശപിക്കപ്പെടാനുള്ള പ്രധാന കാരണം. ഒരു സംഭവം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈസാ നബി അലൈഹിസ്സലാം ഒരിടത്തിരിക്കുന്നു. മുമ്പിൽ ശിഷ്യന്മാർ നബിയുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. സംസാരം പൂർവ്വകാല സമൂഹങ്ങളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു. ലോകത്തെ നടുക്കിയ പ്രളയം. അതിലെത്തി സംസാരം. അക്കാലത്തെ ജനങ്ങളുടെ ദൂഷിച്ച ജീവിതം. ക്രൂരന്മാരും ധിക്കാരികളുമായ ജനത. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. സദസ് ആകാംക്ഷാഭരിതമായി. അടുത്ത വാക്കുകൾക്ക് ഉത്കണ്ഠയോടെ കാതോർത്തു. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയെ ക്ഷണിച്ചു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് എത്ര കാലമെന്നറിയാമോ? 950 കൊല്ലം. സദസ്സ് ഞെട്ടിപ്പോയി. എന്നിട്ട് എത്ര പേരെ കിട്ടി? വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം. ശിക്ഷ വരുമെന്ന മുന്നറിയിപ്പ് നൽകി. അതവർ പരിഹസിച്ചു തള്ളി. ശിക്ഷയ്ക്ക് ധൃതി കൂട്ടി. പലവിധ ഉപദ്രവങ്ങൾ നേരിട്ടു. ഒടുവിൽ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയ്ക്കെതിരായി പ്രാർത്ഥിച്ചു. അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോട് കപ്പലുണ്ടാക്കാൻ കൽപ്പിച്ചു. കടൽത്തീരത്തല്ല കപ്പലുണ്ടാക്കാൻ തുടങ്ങിയത്. അകലെ ഒരു സ്ഥലത്ത് കപ്പലിന്റെ പണി തുടങ്ങി. ശത്രുക്കളുടെ പരിഹാസവും പൊട്ടിച്ചിരികളും ഉയർന്നു. കപ്പലിന്റെ പണി തീർന്നു. വിശ്വാസികൾ കപ്പലിൽ കയറി. പക്ഷെ മൃഗാദികളിൽ നിന്നെല്ലാം ഓരോ ജോഡികളെ കയറ്റി. അപ്പോൾ മഴ തുടങ്ങി. ശക്തി കൂടിക്കൂടി വന്നു. എല്ലായിടത്തും വെള്ളം, പല ഭാഗത്തും ഉറവ തുടങ്ങി. മഹാപ്രളയം. സത്യനിഷേധികൾ ചത്തൊടുങ്ങി. എല്ലാം നശിച്ചു. അപ്പോൾ മഴ തീർന്നു. വെള്ളം താഴ്ന്നു. കപ്പൽ ഭൂമിയിലുറച്ചു. എല്ലാവരും ഇറങ്ങി. അവരുടെ സന്താന പരമ്പരയാണ് ഇന്നുള്ള ജനത. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.